ഭയങ്കര വെൽക്കമിങ് ആയിപ്പോയി. ഇതിന് മുന്നേ വന്നപ്പോഴും ഇതേ എനർജിയാണ്, ഇപ്പോഴും അതേ എനർജി. ഇതെങ്ങനെ സാധിക്കുന്നു? സത്യം പറഞ്ഞാൽ ഭയങ്കര ചാർജായിട്ടോ. നമ്മുടെ സിനിമകളിലെ പാട്ടുകളിലുള്ള നിങ്ങളുടെ ഡാൻസ്, അടിപൊളി ഡാൻസ് ആയിരുന്നു. ടീം അടിപൊളി ഡാൻസ് ആയിരുന്നു. ആ വീഡിയോ ഭയങ്കര, നമ്മുടെ സിനിമകളുടെ പല പല കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണല്ലോ കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ആ വീഡിയോയിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ പ്രേമം കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ പ്രേമം തിയേറ്ററിലെ കൊച്ചുകുട്ടികളായിരുന്ന് കണ്ട കുട്ടികളാണ് ഇപ്പം എൻ്റെ മുമ്പിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ സിദ്ധരാസിലെ എൻ്റെ അനുജത്തിമാർക്കും ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും നമസ്കാരം. എന്താ പറയുക, അത് ഇച്ചിരി ബ്ലാങ്കായി പോയിട്ടോ. യൂഷ്വലി ഇങ്ങനെ ഞാൻ ഇത്തരം പരിപാടികൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സ്പീച്ച് നടത്തിയ ഒരു ശീലമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്കിവിടെ പറയാൻ തോന്നിയൊരു കാര്യം ഞാനിങ്ങനെ പറയാണ്. അതായത് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ആദ്യത്തെ ഒരു ഓഡീഷൻ സമയത്ത് എനിക്കൊരു കാലിലൊരു ആക്സിഡൻറ്റ് പറ്റിയൊരു സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു 40-45 ദിവസത്തോളം ബെഡ് റെസ്റ്റാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ മാക്സിമം ടി വി കണ്ട് ബോറടിച്ച് പയ്യെ പുസ്തകങ്ങളിലേക്ക് മാറി. അങ്ങനെ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ആ സമയത്ത് വായിച്ചൊരു പുസ്തകമാണ് ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അപ്പോൾ നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? ഈ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം എന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു ആ ഒരു ഓഡീഷൻ്റെ സമയത്ത്. അതായത് ഓഡീഷന് പോയാൽ എനിക്ക് കിട്ടുമോ, കാരണം എനിക്കങ്ങനെ ഒരു സിനിമ ആരും പരിചയക്കാരൊന്നുമില്ല, അപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു സെൽഫ് ഡൗട്ട് തോന്നിയ സമയത്ത് എനിക്ക് ധൈര്യം തന്നത് ആ പുസ്തകമാണ്. ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ ഓഡീഷന് പോയി വളരെ ധൈര്യത്തോടു കൂടി ഇതിന് പങ്കെടുത്തു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് വിനീതിനൊക്കെ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്, ക്യാമറ ഫേസ് ചെയ്യുന്ന ആദ്യമായിട്ട് അവിടെ വെച്ചാണ്. കുറേ ലൈറ്റും കുറേ ആൾക്കാരും കുറേ സിനിമക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്തോ ചെയ്തു, അതിൽ എന്നെ സെലക്ട് ചെയ്തതിൻ്റെ ഭാഗമായി ആ സിനിമ എനിക്ക് ലഭിച്ചു. ആ സിനിമ ലഭിച്ചതിൻ്റെ ഭാഗമായി എനിക്ക് ഇന്ന് ഇവിടെ നിർത്താൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഞാൻ തിരിച്ച് ജീവിക്കുന്നത് ഞാൻ ആലോചിച്ചു. ഇത്രയും സ്റ്റേജിൽ കയറാൻ പേടിയോടെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഡിഷന് പോകാൻ തീരുമാനമെടുത്തത്. അപ്പോൾ എനിക്ക് ആ പുസ്തകത്തിൽ പറയുന്ന കാര്യമുണ്ട്. പുസ്തകത്തിലെ ക്യാരക്ടർ ഒരു ജേർണി പോകും, ഒരു യാത്ര പോകും. അപ്പോൾ യാത്ര എവിടെ എത്തും എന്നുള്ളത് ക്യാരക്ടറിന് അറിയില്ല. പക്ഷേ യാത്ര ചെയ്യാൻ തീരുമാനിച്ചോടത്താണ് ആ ക്യാരക്ടറിൻ്റെ ലൈഫ് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂണിയൻ ഇനാഗുറേഷൻ ജയിച്ച പലരും ഉണ്ട്, ജയിക്കാത്ത പലരും ഉണ്ട്. പക്ഷേ പാർട്ടിസിപ്പേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആർട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും വീഡിയോസ് എനിക്ക് കാണാൻ പറ്റുന്നത്, ഈ ട്രിബ്യൂട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നത്, എൻ്റെ പുതിയ സിനിമയെ ബർത്ത്ഡേ റിവ്യൂവിൻ്റെ ഭാഗമായി വരാൻ പറ്റുന്നതെല്ലാം അന്ന് ഒരു ദിവസം ഞാൻ എടുത്ത ഡിസിഷനാണ് ടു പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരും, പല സെൽഫ് ഡൗട്ട്സ് വരും. നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ എപ്പോഴും, ഞാൻ പങ്കെടുത്താൽ ഇത് എന്നെ കളിയാക്കോ, എന്നെ എല്ലാവരും ട്രോളോ, ഇങ്ങനെ പല സെൽഫ് ഡൗട്ട് വരുമ്പോഴും നിങ്ങൾ എടുക്കുന്ന ഒറ്റ തീരുമാനമുള്ളൂ, പാർട്ടിസിപ്പേറ്റ്. അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയ ചേഞ്ചസ് ആണ്, വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്ന എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ പഠിച്ച കാര്യമാണ്. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി. അതുപോലെ ഇവിടെ യൂഷ്വലി നമ്മൾ കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിനോടാണ് സംസാരിക്കാൻ. ഇവിടെ കുറേ ടീച്ചേഴ്സ് വരുമ്പോൾ, അപ്പോൾ ടീച്ചേഴ്സിനോടും എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറയാനാണ്. നമ്മളെപ്പോഴും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന, നല്ല മാർക്ക് മേടിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന കുട്ടികളെ മാത്രമാണ് നമ്മൾ ബ്രൈറ്റ് സ്റ്റുഡൻസ്, മികച്ച സ്റ്റുഡൻസ് എന്ന് പറയാറുള്ളൂ. പക്ഷെ ഒരു ക്ലാസ്സിൽ മികച്ച സ്റ്റുഡൻറ്റിന് മികച്ച ടീച്ചറാവുന്നതിനൊപ്പം തന്നെ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ മികച്ച ടീച്ചറാവാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഇതേപോലെ ഈ ഉള്ളിൽ ഭയമുള്ള, ഫിയറുള്ള, മുമ്പോട്ട് വരാൻ മടിക്കുന്ന കുറേ ആൾക്കാർ ഇതിനകത്തുണ്ടാവും. പലരും
ഈ പേടിയൊന്നുമില്ലാതെ മുമ്പോട്ട് വരുന്നവരുണ്ടാവും. പക്ഷേ എനിക്കൊരു ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ അത്രയും ധൈര്യമില്ലാത്തവരാണ്. അവർക്കൊരു സപ്പോർട്ടും ഒരു മോട്ടിവേഷനും കൊടുക്കാൻ ടീച്ചേഴ്സിനും സാധിക്കണം. കാരണം ഞാൻ മുമ്പും കോളേജിൽ പോകുമ്പോൾ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഒരു വ്യക്തിയുടെ ലൈഫിലെ ഏറ്റവും മികച്ച മൊമെന്റ്സ് എന്ന് പറയുന്നത് അവരുടെ കോളേജ് ലൈഫാണ്. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ തിരിച്ച് എപ്പോഴെങ്കിലും തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഞാൻ മാത്രമല്ല, ഞാൻ സംസാരിക്കാൻ എൻ്റെ കൂടെയുള്ള പല കൂട്ടുകാരും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സമയമാണ് ഈ കോളേജ് ലൈഫ്. അപ്പോൾ നിങ്ങൾ ഈ കോളേജ് ലൈഫ് നിങ്ങൾ അടിപൊളി എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിക്കുക. അതുപോലെ എനിക്കൊരു വുമൻസ് കോളേജാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യുന്നവരാണ് നമ്മൾ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, ഈ ഡ്രസ് ഇടാൻ പാടില്ല, നേരത്തെ വീട്ടിൽ പോകാം. ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീടുകളിൽ നിന്നും കോളേജിൽ നിന്നും നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ അങ്ങനെ പലരും നമുക്കൊരു എപ്പോഴും ഒരു റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ, ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെയാണോ സംസാരിക്കുന്നത് തോന്നാം. പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എൻ്റെ മനസ്സിൽ നിന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റാത്തൊരു അകലവുമില്ല, നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ഉയരവുമില്ല, ചാടിക്കളിക്കാൻ പറ്റാത്തൊരു ഹേർഡിൽസും ഇല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക, സമാധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹത്തിനും സ്വപ്നത്തിനും വേണ്ടി വർക്ക് ചെയ്യുക. ആരും ഒന്നും നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല, ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. അത്രയാണ് പറയാനുള്ളത്. നിങ്ങളുടെ കോളേജ് ജീവിതം അടിപൊളിയാവട്ടെ, ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ടാവട്ടെ, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ. ഇതേപോലെയുള്ള യൂണിയൻ ഇനാഗ്രേഷനും മാസ്റ്റർ ഇനാഗ്രേഷനൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ലൈഫ് അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ്. താങ്ക് യു. മോട്ടിവേഷൻ ഒന്നുമല്ല, മോട്ടിവേഷൻ ഇപ്പം എന്താ ആവശ്യമില്ല. ഇത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അവസരം ഉണ്ടായിരുന്നെങ്കിലൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവസരം കിട്ടുമ്പോൾ എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന എന്നോട് പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞു. വളരെ കൊണ്ടുവരുന്ന ഓരോ എന്താ പറഞ്ഞേ? ഒന്ന് പറഞ്ഞോ.